ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടുള്ള ജീവിതം. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരു വാക്യം വായിക്കാം, അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകും. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം വായിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കും. സങ്കീർത്തനങ്ങൾ 18:29. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എല്ലാവരും ചേർന്ന് ഒന്നിച്ചു വായിച്ചാൽ. ചിലർക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ഒന്നുകൂടെ വായിക്കും. കൈ ഉയർത്തി പറഞ്ഞു, നിങ്ങൾ ഞാൻ പടക്കൂട്ടത്തിന് പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം യഹോവയ്ക്കുള്ളത്. പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. യുദ്ധം യഹോവയ്ക്കുള്ളത്. ശക്തമായ യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം യഹോവയ്ക്കുള്ളത്. അത്ഭുത ദൈവമേ, രാത്രിക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യുദ്ധം അങ്ങയുടേതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത യുദ്ധവീരനാം ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ഇന്ന് രാത്രി പുൽപ്പിറ്റിൽ നിന്നും നദി ഒഴുകണം. അഭിഷേകത്തിന്റെ പുറമെ ജലത്തിന്റെ മേൽ വീഴണം. എല്ലാ കൃത്യങ്ങളെയും അവിശ്വാസത്തിന്റെ ആത്മാവ്, രോഗത്തിന്റെ ആത്മാവ്, നിരാശയുടെ ആത്മാവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറി. ഈ പുൽപ്പിറ്റിനെ ഏറ്റെടുത്താട്ടെ, ഈ മൈക്രോഫോണിനെ മേടിച്ചാട്ടെ. അങ്ങനെ ഞങ്ങളോട് സംസാരിച്ചു. സമർപ്പിക്കുന്ന പൂർണ്ണമായിട്ട് അങ്ങനെ ഉള്ളതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. അതിനു മുമ്പ് 3 പേർക്ക് കുറഞ്ഞത് കൈ കൊടുത്ത് പറഞ്ഞാട്ട് യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. 3 പേർക്ക് കുറഞ്ഞത് പറയണം. താങ്ക് യു ജീസസ്. നമുക്കിരിക്കാം ദൈവസന്നിധി. വേഗത്തിൽ ഒരു കഥാവ് എപ്പോഴും നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു സ്വന്തം പറയാൻ കഴിയുന്നത് എപ്പോഴും ആഗ്രഹിക്കുന്ന നമ്മുടെ മക്കൾ എപ്പോഴും സന്തോഷിച്ചിരിക്കണം, എപ്പോഴും അവരെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും അവരെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ അപ്പന്റെ ആഗ്രഹം. അപ്പന്റെ ആഗ്രഹം നിവർത്തിക്കാൻ ഈ രാത്രി എത്ര പേര് ഈ ഹോളിൽ കടന്നു വന്നിട്ടുണ്ട്? അവനെ സ്തുതിക്കണം, അവനെ ആരാധിക്കണം, അവന് മഹത്വം കൊടുക്കണം, അവനോടുകൂടെ കൂട്ടായ്മ ആചരിച്ചിരിക്കണം. സന്തോഷിക്കുന്ന രാത്രി നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. അർത്ഥം ഇത്രമേ ഉള്ളൂ. അഭിഷേകമുള്ള ദാവീദ് പറയുക, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും എന്ന് വെച്ചാൽ ദാവീദിന് നേരെ പടക്കൂട്ടം വരുന്നുണ്ട്. മനസ്സിലായി? അഭിഷേകമുള്ളവരുടെ നേരെ പടക്കൂട്ടം വരും. അഭിഷേകമുള്ളവരുടെ മുമ്പിൽ ചില മതിലുകളുണ്ട്. ഇത് ചാടി കിടക്കുമ്പോൾ അതിന്റെ വിടുതലിലേക്ക് മനസ്സിലായവരോട് സ്വതന്ത്രം ചെയ്താണ്. ഞാൻ പടക്കൂട്ടത്തിന് നേരെ ഞാൻ പാഞ്ഞു ചെല്ലും എന്ന് വെച്ചാൽ നിനക്ക് നിന്റെ നന്മയ്ക്ക് നേരെ ഒരു പടക്കൂട്ടം എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷെ ദൈവം പറയുന്നു, അല്ലെങ്കിൽ ദാവീദ് അഭിഷേകമുള്ളവരെ, ഞാൻ എന്റെ കഴിവിനല്ല ഈ പടക്കൂട്ടത്തിനെ നേരിടാൻ പോകുന്നത്. എന്റെ ദൈവത്താൽ ഞാൻ ഈ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ദൈവത്താൽ ചാടി കിടക്കാൻ പോകും. ഈ ഹോളിൽ നിന്ന് പോകുമ്പോൾ ഈ മതിൽ ചാടി കിടക്കാൻ പോകാൻ പോകുന്നത്. ചിലർ പടക്കൂട്ടത്തിൽ നേരെ പറഞ്ഞു ചെല്ലാൻ പോവാ. ഇതിനകത്ത് ചിലർ മതിൽ ചാടി കിടക്കുന്ന അടുത്തൊരു അനുഭവത്തിലേക്ക്, അടുത്തൊരു ലെവലിലേക്ക് രാത്രിയായി മാറുന്ന രാത്രി.
കാര്യമുണ്ട്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ഉഴന്ന് നടക്കുന്ന കാലത്ത് അവർക്ക് പടക്കൂട്ടത്തെയോ അല്ലെങ്കിൽ മതിലുകളെയോ ഒന്നും കാണേണ്ട ആവശ്യം വന്നില്ല. അവർ വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ യഥാർത്ഥമായി മതിലും പടക്കൂട്ടവും ഒക്കെ കാണുവാൻ തുടങ്ങിയത്. മനസ്സിലായവർ രാത്രി സ്തോത്രം ചെയ്താൽ കാലത്ത് നീ പടക്കൂട്ടത്തെ ഒന്നും കാണത്തില്ല, നീ ഉഴന്ന് നടക്കുന്ന കാലത്ത് നിന്റെ മുമ്പിൽ മതിലുകളൊന്നും കാണത്തില്ല. എന്നാൽ നിന്റെ വാഗ്ദത്തത്തിലേക്ക് നീ അടുത്ത് വരുമ്പോ, നീ അടുത്ത ലെവലിലേക്ക് ഉയരാൻ തുടങ്ങുമ്പോ, നിന്റെ കർത്താവ് അടുത്ത ഒരു പൊസിഷനിലേക്ക് പടക്കൂട്ടം വരും. നീ അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ നീ ജമ്പ് ചെയ്തേ പറ്റുകയുള്ളൂ. ഇന്ന് രാത്രി അഭിഷേകമുള്ള ദാവീദ് പറയുക, ഞാൻ തന്നെയല്ല പടക്കൂട്ടത്തിന് നേരെ ചെല്ലുന്നത്, ഞാൻ തന്നെയല്ല എന്റെ പടക്കൂട്ടത്തിന് നേരെ പാടി ചെല്ലും. അഭിഷേകമുള്ള വിളിച്ചു പറയട്ടെ, മൊത്തം ദാവീദാ കേട്ടോണ്ടിരിക്കും. ഞാനിങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ഇറങ്ങി കഴിയുമ്പോൾ മോളി സിസ്റ്ററെ കണ്ട് ചോദിച്ചു, സിസ്റ്റർ ഇങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ, അത് എവിടെ കിടക്കുന്നത്? സിസ്റ്റർ തപ്പി അകത്ത് കയറി മാത്യൂസ് ബ്രദർ പറഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്റർ ഒരു പേപ്പറിൽ എഴുതി തന്നു, എന്റെ ദൈവത്താൽ നിന്നാ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാലിച്ചു. എന്റെ ദൈവത്താൽ ഒരു കാര്യം മനസ്സിലാക്കണമേ, നിനക്ക് അഭിഷേകമുണ്ടോ, നിന്റെ മുമ്പിൽ എപ്പോഴും ഒരു അഭിഷേകമുള്ളവന്റെ മുമ്പിൽ മാത്രമേ ഗോലിയാത്തുമാർ എഴുന്നേൽക്കുകയുള്ളൂ. അഭിഷേകമുള്ളവന് മാത്രമേ ഗോലിയാത്തിനെ നേരിടേണ്ടതായിട്ട് വരികയുള്ളൂ. അഭിഷേകമുള്ളവൻ ഗോലിയാത്തിനെ പക്ഷെ നേരിടും. ഇന്ന് രാത്രി ഞാൻ ഗോലിയാത്തിനെ കുറിച്ച് പ്രസംഗിക്കാനല്ല നിൽക്കുന്നത്. ഒരു കാര്യം പറയുവാനുള്ളത്, ഗോലിയാത്തിനെ തകർത്ത് നിന്നെ അടുത്ത ലെവലിൽ കൊണ്ടുപോകും ഒരു വിശ്വാസിയായിക്കോട്ടെ, പള്ളിയിലെ ട്രസ്റ്റി ആയിക്കോട്ടെ, സെക്രട്ടറി ആയിക്കോട്ടെ, പാട്ട് പാടുന്നവരായിക്കോട്ടെ, എല്ലാവരുടെ ജീവിതത്തിൽ ഒരു ഗോലിയാത്തിനെ നേരിട്ടെങ്കിൽ മാത്രമേ നിനക്ക് അടുത്ത ലെവലിലേക്ക് ഉയരാൻ. അത് മനസ്സിലാക്കുവാൻ ആരെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ നീ ഗോലിയാത്തിനെ നേരിട്ടേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നീ ഒരു പടക്കൂട്ടത്തെ നേരിട്ടേ പറ്റുകയുള്ളൂ. അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ നീ യുദ്ധം ചെയ്ത് കയറേണ്ടതാണ്. അവൻ ഒരു ഫൈറ്റിംഗ് കൊണ്ട് നിനക്ക് നിന്നോട് വാർത്തത്തെ പറഞ്ഞു. ഒരിക്കൽ യഹോവയായ ദൈവം ശൗൽ പ്രവാചകനോട് പറയും, ശൗലിനെ ഞാൻ രാജത്വത്തിൽ നീക്കാൻ പോവാ, നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി ഇശായിയുടെ ഭവനത്തിൽ ചെന്നിട്ട് ഇശായിയുടെ ഒരു മകനെ ഞാൻ രാജാവായി കണ്ടിട്ടുണ്ട്, നീ അവന്റെ മേൽ തൈലം അഭിഷേകം ചെയ്ത് അവനെ അഭിഷക്തനായി നിർത്തണമെന്ന് പറഞ്ഞു. സ്തോത്രം. സംഭവിച്ചു. ഇശായി അത് ശൗൽ പറഞ്ഞു, കർത്താവേ ശൗൽ എന്നെ കൊന്നു കളയുമല്ലോ എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്കറിയാം. എന്നാൽ അവസാനം ശൗൽ ഇശായിയുടെ ഭവനത്തിൽ ചെല്ലുവാനിടയായി. ഇശായിയുടെ ഭവനത്തിൽ ചെന്നപ്പോൾ ഇശായിയോട് പറഞ്ഞു, നിന്റെ വീട്ടിൽ ഞാൻ ഒരു രാജാവിനെ കാണുന്നു, യഹോവയായ ദൈവം നിന്റെ ഭവനത്തിനകത്ത് ഒരു രാജാവിനെ കാണുന്നു, അവന്റെ മേൽ അഭിഷേകം ചെയ്യുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ശൗൽ പ്രവാചകൻ അപ്പനോട് പറയുമ്പോൾ, അപ്പൻ ആദ്യം പ്രായമുള്ള മക്കളെ എല്ലാം വിളിച്ച്, അല്ലെങ്കിൽ അപ്പന്റെ നോട്ടത്തിൽ കഴിവും അപ്പന്റെ നോട്ടത്തിൽ സൗന്ദര്യവും അപ്പന്റെ നോട്ടത്തിൽ ആരോഗ്യവും മസിലും ഒക്കെ ഉള്ള മക്കളെ എല്ലാം വിളിച്ചു നിർത്തി അഭിഷേകം ചെയ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ മനുഷ്യന്റെ പുറമേയുള്ളതല്ല നോക്കുന്നത്, അവന്റെ പുറമേയുള്ള പ്രകടനമല്ല ഞാൻ നോക്കുന്നത്, ഞാൻ നോക്കുന്നത് മനുഷ്യൻ ബാഹ്യമായി നോക്കുമ്പോൾ ഞാൻ നോക്കുന്നത് അവന്റെ ഹൃദയമാണ്. നോക്കുന്നത് ദൈവം കാണുന്നത് ദൈവം ഈ ഹോളിലുണ്ട്. ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവനങ്ങ് ആടിനെ തീറ്റാൻ പോയിരിക്കുക. എന്ന് വെച്ചാൽ അവന് കഴിവൊന്നും ഉള്ളവനല്ല, അവനങ്ങ് ആടിനെ തീറ്റാൻ പോയിരിക്കുക. ഉടനെ പറഞ്ഞു, നീ അവനെ വിളിച്ചോണ്ട് ഇവിടെ വരാതെ ഞാൻ പന്തിയിൽ ഇരുത്തത്തില്ല. ഒരു പക്ഷെ നീ പുറകിലിരിക്കുന്നവനാകാം, നീ ഇടയ്ക്കിരിക്കുന്നവനാകാം, ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് കോണിൽ പോയി
ദാവീദിന്റെ മേൽ തൈലം ഒഴിച്ചു. എല്ലാവരും പറഞ്ഞു 15-ാമത്തെ വയസ്സ്. ദാവീദ് രാജാവുന്ന എത്രാമത്തെ വയസ്സ്? 30-ാമത്തെ വയസ്സ്. 15-ാമത്തെ വയസ്സ് അഭിഷേകം കിട്ടി. ഞായറാഴ്ച അഭിഷേകം കിട്ടി. തിങ്കളാഴ്ച പ്രസംഗിക്കണമെന്ന് വിചാരിച്ചൊന്നും നടക്കൂല. കർത്താവിന് ഒരു പ്രോസസ് ഉണ്ട്. പറഞ്ഞ പ്രോസസ്. നമുക്കെല്ലാം അഭിഷേകം കിട്ടി, വാഗ്ദത്തം കിട്ടിയ ഉടനെ അതൊക്കെ നടക്കണം. ആ വാഗ്ദത്തം നടക്കുന്നതിന്റെ പിന്നിൽ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ഒരു ഇടയിൽ ഒരു സമയമുണ്ട്. ഈ സമയത്തിൽ നീ വിശ്വസ്തനായിരുന്നാൽ നിന്റെ കാര്യം ഓക്കെയാണ്. അഭിഷേകം എന്ന് പറയുന്ന ഒരു അഭിഷേകം കിട്ടി, പക്ഷെ അപ്പോയിന്റ്മെന്റ് സമയമെടുത്തു. ഇവിടെ അഭിഷേകം കൊടുത്തു, അപ്പോയിന്റ്മെന്റിന് സമയമുണ്ട്. സമയത്താണ് നമ്മുടെ ദാവീദിന്റെ ജീവിതത്തിൽ പല പല അനുഭവങ്ങളിലൂടെ ദാവീദ് പോവുക. ദാവീദിനെ ദൈവം പല കാര്യങ്ങൾ പഠിപ്പിക്കുക. ഒരു ദിവസം ഒറ്റ സിംഹം വന്നു, ദാവീദ് സിംഹത്തെ കൊന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം കരടി വന്നു, ദാവീദ് കരടിയെ കൊന്നു. ദാവീദ് വിചാരിച്ചാൽ ഈ സിംഹവും കരടിയൊക്കെ എന്റെ ജീവിതത്തിൽ എന്തിനാണ് വന്നത് എന്ന് ദാവീദ് അന്നേരം ചിന്തിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ അനുഭവങ്ങൾ നിന്റെ വലിയ വലിയ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ദൈവം ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൂടെ നിന്നെ കൊണ്ടുപോകുന്നത് നിന്റെ വലിയ പ്രശ്നത്തിൽ വിജയത്തിലേക്ക് ചെറിയ ചെറിയ പ്രശ്നം, ചെറിയൊരു സിംഹം, ചെറിയൊരു കരടി. ദാവീദ് അഭിഷേകമുള്ളവരായിരുന്നു, വളരെ സ്മൂത്ത് ആയിട്ട് ഇതിനെയൊക്കെ തകർത്ത് കളഞ്ഞു. അർത്ഥം ഇത്രമേ ഉള്ളൂ. ദാവീദേ, നീ സിംഹത്തെ കൊല്ലുമ്പോൾ നിന്റെ ശക്തി ഇച്ചൂടെ ഞാൻ വർദ്ധിപ്പിക്കുന്നു. നീ കരടിയെ പിടിക്കുമ്പോൾ ഇച്ചൂടെ നിനക്ക് മസിൽ വരുന്നു എന്ന് വെച്ചാൽ നീ ഇതിലും വലുതിനെ പിടിക്കാനുണ്ട്. നീ ഇതിലും വലുത് പിടിക്കുമ്പോഴാണ് സാക്ഷികളുണ്ടോ? ചില ചെറിയ പ്രശ്നങ്ങളിലൂടെ ദൈവത്തിനെ കൊണ്ടുപോയി വലിയ മലകൾ കാണിച്ചു. അനുഭവങ്ങൾ മാത്രക്കാരെ തട്ടി നിന്റെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അഭിഷേകമുണ്ടോ? നിന്റെ ജീവിതത്തിൽ കരടിയും സിംഹവും കയറി വരും. ഇതിനൊക്കെ നീ തകർത്തെറിയുമ്പോഴാണ് കർത്താവിന്റെ ശക്തി ലോകം കാണാൻ പോകുന്നത്. അവിടെ കൈ കൊടുത്ത് പറ, ഇതിനായിട്ട് സ്വതന്ത്രം ചെയ്യപ്പെടാം. ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കായിട്ട്, ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കായിട്ട്, ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗോലിയാത്തുക്കളെ ഓർത്ത് ദൈവത്തിന് സ്വതന്ത്രം ചെയ്താണ്. മനസ്സിലാക്കുന്നില്ല? ചില ഗോലിയാത്തന്മാരുണ്ടല്ല, ഇവൻ ആരാന്ന് മനസ്സിലാവുള്ളൂ. 15 വർഷം മുമ്പ് അഭിഷേകം കിട്ടിയവരാ ഇവൻ ഇപ്പോഴും കാട്ടിക്കിടക്കുക. ഇവിടെ വെച്ച് എന്നാ സംഭവിക്കുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാം. ഞാൻ പറഞ്ഞ സൺഡേ സ്കൂൾ സെർമണാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പക്ഷെ ദൈവം എപ്പോഴും എന്തെങ്കിലുമൊക്കെ സ്തോത്രം. ഇവിടെ സംഭവിക്കുന്നത് എന്നാണ്, ഇവിടെ ദാവീദ് ഒരു ദിവസം ദാവീദിന്റെ വീട്ടിലോട്ടൊന്ന് ചെന്നു. വീട്ടിലോട്ട് ചെന്നപ്പോൾ ദാവീദിന്റെ അപ്പൻ ഇശായി പറഞ്ഞു, മോനെ, നമ്മുടെ 3 ചേട്ടന്മാർ യുദ്ധത്തിൽ നിൽക്കുക, നീ അവരോടൊന്ന് ചെല്ലണം. ഈ പോകുന്ന വഴി കുറച്ച് മലരും കുറച്ച് മലരും കുറച്ച് സാധനമുണ്ട്, അതിനോട് കുറച്ച് ചീസും ഉണ്ട്. അത് നീ സഹസ്രാധിപന് കൊടുക്കണം, കമ്മീഷൻ അല്ലെങ്കിൽ കൈമണി കൊടുക്കുക, സഹോദരന്മാരെ നോക്കുക. ബാക്കിയുള്ളത് നമ്മുടെ അനിതിന്റെ ചേട്ടന്മാർക്ക് കൊടുത്ത് അവരോട് സ്നേഹമൊക്കെ പറഞ്ഞിട്ട് പോകണം. വളരെ ചെറിയ ഒരു നിയോഗം. ഈ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ വെള്ളം കൊള്ളാൻ പോകുന്നത് പോലെ ഒരു ചെറിയൊരു നിയോഗം. പക്ഷെ ഈ ഒരു നിയോഗമാണ് ഇവന് ആത്മാർത്ഥയോടെ ഏറ്റെടുത്തോണ്ട ഇവനെ അടുത്ത നിയോഗത്തിലേക്ക് ദൈവം. എനിക്ക് പറ്റത്തില്ല, പണ്ടേ രാജാവാകാൻ അഭിഷേകമുള്ളവരാ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. കസേര പിടിച്ചാലും സ്പീക്കർ പിടിക്കാറുള്ളൂ. എന്നെ വിളിച്ച് പുൽപ്പിട്ട് നിൽക്കാനാണെന്ന് വിചാരിച്ചവൻ അവിടെ നിന്നിരുന്നെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഈ വെള്ളം പിടിച്ചോണ്ട് പോകാൻ. എന്നെ ദൈവം വിളിച്ചത് രാജാവാക്കാമെന്ന് പറഞ്ഞ് അവൻ അഭിഷേകം ചെയ്തത്. ഇപ്പൊ ഞാൻ പടയാളികൾക്ക് അവിടെ യുദ്ധം ചെയ്യുന്നവർക്ക് വെള്ളം കൊടുക്കാറുണ്ട്, എന്നെ കിട്ടുകയാണെന്ന് ദാവീദ് പറഞ്ഞിരുന്നെങ്കിൽ നീ എപ്പോൾ ദൈവസന്നിധി ചെറിയ കാര്യങ്ങൾക്ക് വിശ്വസ്തനാകുന്നോ, അല്പത്തിൽ നീ വിശ്വസ്തനായ നിന്റെ ദൈവം അധികത്തിൽ കാര്യസ്ഥനാകും. ഞാൻ പറയട്ടെ, ദൈവം എന്തിനാ ഈ ചെറിയ ദൗത്യം കൊടുത്തറിയാം? ഇവനെ അവിടെ കൊണ്ട് കാണിക്കാൻ ഒരു മുഖാന്തരമാണ്. ശരിയല്ലേ? ഈ ഒരു ചെറിയ ദൗത്യം ഏറ്റെടുത്തത് കൊണ്ടാണ് അവന് പടയാളികളുടെ പോയി നിൽക്കാനും ഗോലിയാത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുവാനൊക്കെ ഉണ്ട്. ഇവൻ അവിടെ വീട്ടിൽ ഇരുന്നിരുന്നെങ്കിലോ, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലോ ഇവൻ ഈ ദൗത്യത്തിൽ ചെല്ലുവാനും ഇവൻ ദൗത്യം ചെയ്യത്തില്ല. ഇവൻ വിശ്വസ്തനല്ല. അതായത് ചെറിയ അസൈൻമെന്റ്സ്, അതിനുള്ള ചെറിയ ദൗത്യങ്ങൾ അതിന്റെ വലിയ ദൗത്യത്തിലേക്ക് നയിക്കും. ഒരിക്കലും വിചാരിക്കരുത് ദൈവം ഉടനെ പിടിച്ചൊരാളെ അങ്ങ് കയറ്റി നിർത്തുമെന്ന് വിചാരിക്കരുത്. ദൈവം നമുക്ക് ഓരോരുത്തരും സമയം വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 15 വർഷമാണ് പുള്ളിയുടെ പ്രോസസ്സ്. ഈ 15 വർഷത്തിനുള്ളിൽ പല കാര്യങ്ങൾ ദൈവത്തിന് വരെ പഠിപ്പിക്കുവാനുണ്ട്.
സിംഹം വന്നു, കരടി വന്നു. ഇപ്പൊ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു ഇച്ചിരി മലര കൊണ്ട് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ദൈവത്തിനെ ഏൽപ്പിക്കുന്ന ഏത് ചെറിയ പണി രാത്രിയുടെ യാമത്തിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കണം. ദൈവം നിന്നെ അടുത്ത ലെവലിലേക്ക് ഉയർത്തും. ദാവീദ് പോയി. ദാവീദ് അവിടെ ചെന്നു. എന്താ സംഭവിക്കുന്നത്? ദാവീദ് അവിടെ ചെല്ലുമ്പോൾ ദാവീദ് സഹോദരന്മാരെ കാണുവാൻ ചെല്ലുക. ദാവീദ് ചെല്ലുമ്പോഴാണ് ഇവിടെ യുദ്ധം മുറുകി നിൽക്കുന്ന സമയമാണ്. ഫിലിസ്തീൻമാർ ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ഫിലിസ്തീൻമാർ ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫിലിസ്തീൻമാർ യുദ്ധം അവർ പറയും നമ്മൾ എന്തിനാ വലിയ യുദ്ധം ചെയ്തത്? ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് നിൽക്കുന്നു, ഗോലിയാത്ത് പോലെ ഒരുത്തൻ അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുക എന്ന് വെച്ചാൽ ഗോലിയാത്ത് എഴുന്നേറ്റ് നിന്നു. ഗോലിയാത്തിന്റെ ഹൈറ്റും വെയിറ്റും ഗോലിയാത്തിന്റെ ശരീരഘടനയും ഗോലിയാത്ത് ധരിച്ചിരിക്കുന്നതും ഒക്കെ വേദപുസ്തകം വ്യക്തമായിട്ട് പറഞ്ഞു. എന്ന് പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തരെ ഇങ്ങോട്ട് ഇവിടെ ഞങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാം. ഞാൻ ജയിച്ചവനെ കൊന്നാൽ നിങ്ങൾ ഞങ്ങൾ കടിമ, നിങ്ങൾ എന്നെ കൊന്ന ഞങ്ങൾ നിങ്ങൾ കടിമ. ആകെയുള്ള ഒരു വകുപ്പ്. ഇതൊക്കെ കേട്ട് ശൗലും കൂട്ടരും ഇത് കേട്ട് ഇവൻ ഓരോ ദിവസവും ഇരുന്നിരുന്ന് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്നോട് യുദ്ധം ചെയ്യാനെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നാ മുന്നോട്ട് ചെല്ലുന്ന സഹോദരന്മാർ പുറകോട്ട് പോവുക ചെയ്യുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? യുദ്ധം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർ, യുദ്ധം ചെയ്യാൻ വിളിക്കപ്പെട്ടവർ, യുദ്ധം ചെയ്യുവാൻ ആയുധങ്ങളുള്ളവർ, യുദ്ധം ചെയ്യുവാൻ ട്രെയിനിങ് ലഭിച്ചവർ എന്ത് സംഭവിക്കുന്നു? ഇവന്റെ വെല്ലുവിളിയും ഇവന്റെ ശരീരവും കാണുമ്പോൾ, ഇവന്റെ മഹത്വം കാണുമ്പോൾ ഇവനെ കുറിച്ച് പറയുന്നു, അവന്റെ ശരീരം കണ്ടോ, അവന്റെ വലിപ്പം കണ്ടോ, ഗോലിയാത്തിന്റെ വലിപ്പം കണ്ടോ, ഗോലിയാത്ത് ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടോ, ഗോലിയാത്തിന്റെ കഴിവ് കണ്ടോ, ഓ ഈ രോഗം ഇതുവരെ ആർക്കും മാറിയിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം വന്നവരെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവന്റെ വലുപ്പത്തെ വർണ്ണിച്ചുകൊണ്ട് ഇവർ പിന്മാറിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ദാവീദ് ഈ രംഗത്തിലേക്ക് ചെല്ലുന്നത്. ദാവീദ് എന്നിട്ട് പറഞ്ഞു, എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഉടനെ പറഞ്ഞു, ഇവനെ ഇങ്ങനെ നമ്മളെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, ഇവനിങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. ഉടനെ ചോദിക്കുക, ഈ അൺസർകംസൈസ്ഡ് മാൻ, അഗ്രചർമ്മിയായവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ജനത്തെ പരിഹസിപ്പാൻ ഇവനാ. ഇതെല്ലാം ചെയ്തു പുറകെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ജനത്തെ അല്ലെങ്കിൽ സൈന്യത്തെ നിന്ദിക്കുക ഇവനാ. അപ്പൊ സഹോദരൻ വന്ന് ചോദിച്ചു, നീ ആരെ ഏൽപ്പിച്ചിട്ടാ വന്നേക്കുന്നത്? നീ ആരെ നോക്കിക്കൊണ്ടിരുന്നോ? നീ ഇങ്ങോട്ട് വന്നല്ലേ? പെട്ടെന്ന് പോകും, വണ്ടി വിട്. എനിക്ക് മനസ്സിലായി ഇതിന്റെ നിപ്പും ഭാവവും കണ്ടപ്പോ വണ്ടി വിട്ടോളാം പോലെ. ഇവൻ അവിടുന്ന് പോയിട്ട് ചോദിച്ചു, ഇതെന്തോ സംഭവം? ഉടനെ പറഞ്ഞു, ഇങ്ങനെ ഒരുത്തൻ എഴുന്നേറ്റ് നിൽക്കുക, ദിവസവും പ്രശ്നമാണ്. ഇവനെ തോപ്പിച്ച് കഴിഞ്ഞാൽ, ഇവനെ വെട്ടി താഴെ ഇട്ട് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും രാജാവ് കരമൊഴിച്ച് വീട്ടുകാർക്കെല്ലാം കൊടുക്കും, രാജാവിന്റെ മകളെ കൊടുക്കും, ഒത്തിരി സമ്പത്ത് കൊടുക്കും. ഇതെല്ലാം ദാവീദ് കേട്ട് അകത്ത് കയറ്റി. ദാവീദ് വീണ്ടും ആരോടൊക്കെയോ ചോദിച്ചു. അവസാനം ദാവീദ് ചോദിക്കുന്നു എന്നുള്ള വാർത്ത ആരെ കേട്ടു? ശൗല് കേട്ടു. കർത്താവ് ഒരുപാട് മനോഹരമായിട്ട് ഇങ്ങോട്ട് വിട്ടതാ. കർത്താവിന്റെ പദ്ധതി അവരുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കാനായിട്ട് 15 വർഷമായി അഭിഷേകം കൊടുത്തു രാജാവാക്കുവാൻ. പക്ഷെ ഇവനെ ഒന്ന് വേദിയിൽ കൊണ്ടുവരാൻ കർത്താവ് പെടുന്ന പാഠം ഓർത്തു നോക്കിയേ. ഓർത്തോണം, നിന്റെ മുമ്പിൽ ഒരു ഗോലിയാത്ത് നിൽപ്പുണ്ടെങ്കിൽ നീ സ്തോത്രം ചെയ്യണം. കാരണം എന്താണെന്നറിയോ? ദൈവം നിന്നെ അടുത്ത ലെവലിൽ പ്രൊമോഷനുള്ള സമയമായി എന്നാണ് അർത്ഥം. മനസ്സിലായില്ലല്ലോ? ചെറുക്കാരന് സ്വപ്നത്തിലായിരിക്കും. ഗോലിയാത്ത് നിന്റെ മുമ്പിൽ സ്വപ്നത്തിലല്ല ഗോലിയാത്തിനെ കണ്ട, ജീവിതത്തിൽ ഗോലിയാത്തിനെ കാണാം. ജീവിതത്തിലുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, നീ അടുത്ത ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ഗേറ്റ് കടന്ന് പുറത്തോട്ടിറങ്ങാനുള്ള സമയം നിന്റെ ജീവിതത്തിലായി. അതിനുവേണ്ടി ചില ഗോലിയാത്തുമാരെ നിന്റെ ജീവിതത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കണം. അതുകൊണ്ട് എന്നാ ചെയ്യണം? ഗോലിയാത്തുമാർ ഉണ്ടെങ്കിൽ ദൈവത്തിനൊരു സ്തോത്രം ചെയ്യണം. എന്ന് വെച്ചാൽ പ്രശ്നമുള്ളവർ മാത്രം ഈ ഹോളിൽ നിന്നൊരു സ്തോത്രം ചെയ്യണം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം എന്ന് പറയുന്നത് പ്രശ്നമല്ല, അത് ദൈവം നമുക്ക് അനുവദിക്കുന്ന ചില ടെസ്റ്റുകളാണ്. അപ്പോൾ ശൗലിന്റെ അടുക്കൽ ചെന്നു. ശൗലിനോട് പറഞ്ഞു, ശൗലേ, രാജാവ് ചോദിച്ചു, നീ എവിടെ നിന്ന് വന്നു? ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നു, എന്നാ നിന്റെ ഉദ്ദേശം? ഉടനെ പറഞ്ഞു, എനിക്ക് രാജാവ് ആദ്യമേ ശൗല് പറഞ്ഞൊരു വാക്ക്, നിനക്കതിനെ അങ്ങനെ പറയാൻ വരാതെ, ഞാൻ പണ്ട് ആടിനെ മേയിച്ചോണ്ട് കാട്ടിൽ നടക്കുന്ന സമയത്ത് ഒരു കരടി വന്നു, ഞാൻ അതിനെ തല്ലിക്കൊന്നു. ഒരു സിംഹം വന്നു, ഞാൻ അതിനെ തല്ലിക്കൊന്നു. ആ കൊള്ളാമല്ലോ, ഇതിനെയൊക്കെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ദാവീദ് പറഞ്ഞു, ശൗല് പറഞ്ഞു, എന്നാ പിന്നെ നീയെ? ശൗല് നോക്കിയപ്പം ശൗലിന്റെ ശത്രുവിനെയാണ് ദാവീദ് നേരിടാൻ തോന്നുന്നത്. അവിടെ ഒരു ദൂതുണ്ട്, പറയട്ടെ. ശൗലിന്റെ ശത്രുവിനെയാണ്. പകലിൽ നമ്മുടെ വലിയപ്പന്മാരുടെയൊക്കെ ശത്രുവിനെയാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പച്ചൻ കൊല്ലാൻ നമ്മൾ കൊല്ലേണ്ടി വരുന്നത്. ചിലർക്കൊക്കെ മനസ്സിലാകുന്നുള്ളൂ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയ സമയം പോകും. ആ പാരമ്പര്യമായിട്ട് പണ്ടേ കൊന്നു കളയാൻ ഇപ്പം നമ്മളിന്ന് വെല്ലുക. ഇപ്പോഴും മനസ്സിലായില്ലേ? ഇപ്പോഴും മനസ്സിലായില്ലേ? സ്വന്തം മനസ്സിലായോ? അത് പറയണോ? പാരമ്പര്യമായിട്ട് വന്ന് കൊടുക്കുന്നത് പണ്ട് അപ്പച്ചൻ കൊന്നു കളയേണ്ടതായിരുന്നു, അപ്പച്ചൻ കൊന്നില്ല. അപ്പ കൊല്ലണയായിരുന്നു, അപ്പനും കൊന്നില്ല. ഇപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോ ഇനി നമ്മൾ കൊല്ലില്ല. ഇവിടെ ശൗലിന്റെ ശത്രുവിനെയാണ് ആര് നേരിടുന്നത്? ദാവീദ് നേരിടുന്നത്. സ്തോത്രം. രംഗം അതിന്റെ ക്ലൈമാക്സിലെത്തി. ഞാൻ സൺഡേ സ്കൂൾ സ്റ്റോറി പറയുകയാണ്. രംഗം അതിന്റെ ക്ലൈമാക്സിലെത്തി. ദാവീദ് ശൗല് പറഞ്ഞു, ശൗലേ, ദാവീദ് നീ ഒരു കാര്യം ചെയ്യ്, നീ അതല്ല അവന്റെ അടുക്കൽ വിളിച്ചില്ലേ, അവന്റെ മുട്ടോളമേ ഉള്ളൂ പിന്നെ വലിപ്പം. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവന്റെ എന്റെ ഈ കോട്ടും എന്റെ ഈ സൂട്ടും വേണേ ഈ പോക്കും വാളും ഒക്കെ നീ പിടിച്ചോന്ന് പറഞ്ഞു. ഇതൊക്കെ ഒന്ന് പുള്ളി ഇട്ട് നോക്കിയിട്ട് ഇതുകൊണ്ട് പുള്ളിക്ക് നടക്കാൻ പറ്റാതായ പുള്ളി പറഞ്ഞു, ഇതെനിക്ക് വേണ്ട. അതിനകത്തൊരു ദൂതുണ്ട്, പറയാം, ഇതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. സ്വന്തം പണ്ട് പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്ന തെറ്റാലിയും അല്ലെങ്കിൽ കവണയും 5 കല്ലും. ഈ 5 കല്ലെടുത്ത് എന്തിനാ അറിയാമോ? ചരിത്രം ആദ്യത്തെ കൊണ്ടല്ലേ അല്ലല്ല. പുള്ളിക്ക് ഒരാളോട് പറഞ്ഞത് ഗോലിയാത്തിന് 4 സഹോദരന്മാരുണ്ടായിരുന്നു. വേണ്ടി വന്ന 4 തകർക്കാൻ ദൈവം വിടുവിക്കുമ്പോൾ ടോട്ടൽ മനസ്സിലായോ? സ്വന്തം ചെയ്ത് ദിവസം മാത്രമല്ല ദൈവം വിടുവിക്കുന്നത്, എല്ലാ ദിവസവും ദൈവം വിടുവിക്കും. ദൈവം ഗോലിയാത്തിനെ മാത്രമല്ല നിനക്ക് നേരെ നിൽക്കുന്ന സകല ശക്തികളെ തകർക്കുവാൻ ദൈവം ഇവിടെ നിൽക്കുക. അപ്പോൾ ദാവീദ് വന്നു, കല്ലും കവണയൊക്കെ ആയിട്ട് നിന്നു. കല്ലും കവണയൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ ദാവീദിന്റെ നേരെ നിന്നു. ഇവൻ ചോദിച്ചിട്ട് പറയാം, നീ എന്തുവാ എന്റെ നേരെ വരുന്ന ഈ കല്ലും കവണയുമായിട്ടാണ് വരുന്നത്? ചെന്ന പയ്യൻ നായെ പോലെ ഇരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവനെ അങ്ങ് പരിഹസിച്ചു. ഉടനെ ഇവൻ പറഞ്ഞു, നീ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അതിന്റെ നേരെ നിൽക്കട്ടെ. അതൊക്കെ നമുക്ക് പിന്നെ പറയാം, കഥ എന്ന് പറഞ്ഞ് തീർക്കട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് ഞാൻ നിന്റെ നേരെ വരുന്നത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് വരുന്നത് പറഞ്ഞു. ഇവനിങ്ങനെ ഒന്ന് കറങ്ങി ഒരൊറ്റ തിരുതെറ്റിക്കൊണ്ട് സംഭവം താഴെ പോയി താഴെ വീണ് കിടക്കുമ്പോൾ ഇവന്റെ കൈ വാളില്ലായിരുന്നു. അവന്റെ പുറത്ത് കയറി നിന്നിട്ട് അവന്റെ വാളൂരി ഇവന്റെ കഴുത്ത് കാണിച്ച് എന്ന് വെച്ചാൽ നിന്റെ ആയുധമല്ല, ചിലപ്പോ ശത്രു നിനക്കെതിരെ വെച്ച ആയുധം നീ ശത്രുവിനെ കീഴ്പ്പെടുത്താൻ പോകുന്നത്. ഇനിയുള്ള 15 മിനിറ്റ് ശ്രദ്ധിച്ചു. ദാവീദിനോട് ദാവീദേ, എങ്ങനെ ഇത് സംഭവിച്ചു? ദാവീദ് മറുപടി പറയും. നമുക്കെല്ലാം അറിയാം, ദാവീദ് എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ അഭിഷേകമുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് വേണേ ദാവീദിന്റെ സ്വഭാവവും ക്രിസ്തുവിന്റെ സ്വഭാവവുമായിട്ടൊക്കെ നമുക്ക് സാമ്യപ്പെടുത്തി നോക്കുവാൻ കഴിയും. നമ്മൾ പണ്ടൊരു പ്രാവശ്യം പ്രസംഗിച്ചു, ഗത്സമനയിൽ ദാവീദും ഗത്സമനത്തോടൊക്കെ ഒലിവുമല കൂടെ കടന്നുപോയി ഗെദ്രോനോട് കടന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. യേശു ഇതൊക്കെ ചെയ്തതാണ്. വേറൊരു കാര്യമുണ്ട്, ദാവീദിന്റെ ജീവിതത്തിൽ അന്ന് ഞാൻ പറഞ്ഞു ഗെദ്രോൻ കടക്കേണ്ട വന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഗെദ്രോൻ കടക്കേണ്ടി വരും. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു, ദാവീദിന്റെ ജീവിതത്തിൽ ഗോലിയാത്ത് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നിനക്ക് അഭിഷേകമുണ്ടോ? നിന്റെ ജീവിതത്തിലും ഗോലിയാത്ത് എഴുന്നേൽക്കും. നീ ആ ഗോലിയാത്തിനെ വീഴ്ത്തുകയും ചെയ്യും. അതാണ് ഒരു അഭിഷേകമുള്ളവരുടെ പ്രത്യേകത. അഭിഷേകമുള്ളവന്റെ മുമ്പിൽ പ്രതികൂലം വരും, ആ പ്രതികൂലത്തെ അവൻ ജയിക്കും. അത് ജയിക്കുമ്പോഴാണ് ഇവന്റെ അഭിഷേകം ലോകം കാണാൻ പോകുന്നത്. ഈ ഒരു പ്രതികൂലത്തിൽ നിന്ന് അടുത്ത പ്രതികൂലത്തിലേക്കാണ് പോകുന്നത്, ജയിച്ചു കയറുന്നത്. അതായത് ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് കയറുന്നത് പോലെ നിന്റെ പ്രതികൂലം എന്നത്തേക്കുമായിട്ട് മാറത്തൊന്നുമില്ല. പക്ഷെ പ്രതികൂലം നിന്റെ ജീവിതത്തിൽ വരും. പ്രതികൂലത്തിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രതികൂലത്തിനകത്തു നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമാണ്. അല്ലെങ്കിൽ പ്രതികൂലത്തിൽ ഇട്ട് നിന്നെ ഉഴത്തി നടക്കുന്ന ദൈവമല്ല, പക്ഷെ പ്രതികൂലത്തിനകത്തു നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ ലോകം വിളിച്ചു പറയും, ഇവൻ ആരാകുന്നു എന്ന്. നമ്മൾ ദാവീദിനോട് ചോദിക്കുക, ദാവീദേ, എന്താണ് ഈ വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യം? നമ്മൾ വായിച്ചു, എന്റെ ദൈവത്താൽ. അതാണ് ഏറ്റവും വലിയ രഹസ്യം. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് ആകെ പറയുന്ന ഒരു കാര്യമുണ്ട്. ദാവീദ് അവിടെ ചെന്ന സംഭവം ഒന്ന് വായിക്കും. 1 ശമൂവേൽ 16-ാം അധ്യായം. അത് വേണ്ട, ദാവീദ് ഫെലിസ്ത്യരോട് പറഞ്ഞു, നീ വാളിൽ നിന്നും നേരെ വരുന്നു,
അതിന് 24-ാം വാക്യം വെച്ച് അവനെ കണ്ടപ്പോൾ ഇസ്രായേലൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ നിന്ന് ഓടി. ഇസ്രായേലൊക്കെയും അവനെ കണ്ട് ഭയപ്പെട്ട് ഏറ്റവും ഓടി. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ഇസ്രായേൽ ഓടുവാനുണ്ടായ കാര്യം എന്നാ? ഇവര് ഗോലിയാത്തിനെ ഉയർത്തിയത്, ഇവർ ഗോലിയാത്തിന്റെ വലുപ്പത്തെയാണ് ഉയർത്തിയത്. ഈ കാലഘട്ടത്തിൽ അഭിഷേകമുള്ളവന് മറ്റൊന്ന് പരാജയമല്ല, അവൻ പ്രശ്നത്തെയാണ് വലുതായിട്ട് കാണുന്നത്. എടാ, പ്രശ്നത്തെക്കാളും വലിയവൻ നിന്റെ അകത്തിരിക്കുന്നു. പ്രശ്നത്തെ ഗോലിയാത്തിനെ തകർക്കുവാൻ കഴിവുള്ളവൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ നീ ഗോലിയാത്തിനെ ഉയർത്തേണ്ട ആവശ്യമുണ്ടോ? നീ നിന്റെ ലോകത്തെ ഉയർത്തേണ്ട ആവശ്യമുണ്ടോ? നീ നിന്റെ വിഷയത്തെ ഉയർത്തേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. നീ ദൈവത്തെ ഉയർത്ത. ഇസ്രായേൽ മക്കൾ എല്ലാവരും ശൗൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ദാവീദിന്റെ സഹോദരന്മാരുൾപ്പെടെ ഒരു പ്രാവശ്യം പോലെ യഹോവയുടെ നാമം അവിടെ ഉപയോഗിച്ചതായിട്ട് ആ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. അവരെല്ലാം ഗോലിയാത്തിനെ കണ്ട് പേടിച്ചു 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 എന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നത് നിന്നെ വിളിച്ചത് പേടിക്കുവാനല്ല, നിന്നെ വിളിച്ചത് നേരിടുവാനാണ്. നിന്നെ വിളിച്ചത് നേരിടുവാനാണ്. ഈ പ്രശ്നം ഉയർത്തുന്നിടത്തോളം കാലം നീ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരികയില്ല. എന്നെ വിളിച്ച് ഓരോരുത്തർ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഞാൻ ആദ്യം ആ പ്രശ്നം മൊത്തം കേട്ടു. ഇനി ഈ പ്രശ്നത്തെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ഇല്ല, ഇനി മേലെ പറയുന്നത്. കാരണം ഈ പ്രശ്നം നീ പറഞ്ഞു നടക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നത്തിന് നീ രൂപവും ഈ പ്രശ്നത്തിന് ഭാവവും ഇതിന് മുഖവും ഷെയ്പ്പും ഒക്കെ ഇട്ട് കൊടുക്കുന്നിടത്തോളം കാലം ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. മറിച്ച് ഈ പ്രശ്നത്തെക്കാളും വലിയവർ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ പ്രശ്നത്തിൽ പുറത്തു വരും. എന്നാൽ ഇസ്രായേലിയർ വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുപോകും. അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തന്റെ മകളെ അവന് കൊടുക്കുകയും അവന്റെ മൃദുഭവനത്തിന് ഇസ്രായേലിൽ കരവഴവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്ദയെ നീക്കിക്കളയുന്നവൻ എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്തീൻ ആരെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സേനയെ നിന്ദിപ്പാൻ, അതായത് അവന് ദൈവത്തിലുള്ള വിശ്വാസം അവിടെ കാണിച്ചു. സഹോദരന്മാരും രാജാവും അഭിഷേകമുള്ള രാജാവ് സ്വന്തം ശത്രുവിനെ കണ്ട് പേടിച്ചു നിൽക്കുമ്പോ ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് പറയുക, ജീവനുള്ള ഇവൻ സേന കണ്ടിട്ടില്ല, ഇവൻ യുദ്ധം കണ്ടിട്ടില്ല, ഇവൻ ആകെയുള്ള ചരിത്രം ഒരു കരടി ഒരു സിംഹവുമാണ്. അവൻ അവിടെ നിന്ന് വിളിച്ചു പറയുക, ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുക. ഈ ഫിലിസ്ത്യനാ എന്ന് വെച്ചാൽ എന്റെ ദൈവത്തിന് കഴിയും ഇവനെ തകർന്നു കളയുക. എന്നിട്ടാണോ നിങ്ങൾ നിന്ന് ഇവനെ കുറിച്ച് മഹാത്മ്യം പറയുന്നത്? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയിലിരിക്കുന്ന അഭിഷേകന്മാരോട് പറയുക, നിന്റെ പ്രശ്നത്തെ നീ നോക്കരുത്. ഒന്നേ നോക്കാവുള്ളൂ, രണ്ടാമത് നോക്കരുത്. നിന്റെ കണ്ണ് ഉയരങ്ങളിലേക്ക് നോക്കണം. വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം നിന്റെ കൂടെ നിൽക്കുമ്പോൾ ഈ ലോകത്തിൽ ഓരോ ദുഷ്ടശക്തിക്ക് നിന്റെ നിന്റെ വിശ്വാസത്തെ സ്വാഗതം ചെയ്യുന്ന നിമിഷം നിന്റെ മുമ്പിൽ ഗോലിയാത്തന്മാർ വരുന്നു. ഒരാൾക്ക് വരുമ്പോൾ നീ ഇതുവരെ പ്രാർത്ഥിച്ചതിന്റെ പ്രയോജനം അറിയുന്നത്, ഒരാൾക്ക് വരുമ്പോൾ നീ കൈവരിച്ചതിന്റെ പ്രയോജനം അറിയുന്നത്, ഒരാൾക്ക് വരുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നീ വിശ്രമിക്കുന്ന ദൈവം എത്രമാത്രം ശക്തനാണ്. ആദ്യമേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വിശ്വാസം. എന്റെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സേനയെ നിന്ദിക്കുക ഇവൻ. ഒന്നാമത്തെ പോയിന്റ്, നീ വിശ്വാസം നിന്റെ പ്രശ്നത്തിൽ നീ പ്രഖ്യാപിച്ചു. എന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും കാര്യവുമില്ല. രണ്ടാമത് ദാവീദ് അവിടെ ചെയ്തത് എന്താണെന്നറിയാം? രണ്ടാമത് ചെയ്തത് സഹോദരന്മാർ ദാവീദിനെ കണ്ടുടനെ പറഞ്ഞ വാക്കിനാണ്, നീ ആടിനെ മേച്ച് നടക്കണം, നീ ഇവിടെ വന്ന് നിൽക്കുന്നതിന്റെ ഉദ്ദേശം ഞങ്ങൾക്കറിയാം. എന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് ഇത് കഴിയത്തില്ല എന്ന് പറയുക. ഞാൻ പണ്ടും പറയും, അങ്ങനെയുള്ളവരോട് യേശുനാമത്തിൽ വിട്ടുപോകണം. നെഗറ്റീവ് ഈ സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പോൾ നീ അവരോട് പറയണം, ബൈ 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 ബൈ. ഇവരോട് സഹോദരന്മാർ പറയുക, നിനക്ക് ഇതിനെ കറക്കാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ നിന്നെ ഏൽപ്പിച്ച പണി ആടിനെ ഏൽപ്പിക്കാൻ നീ അത് ആരെ ഏൽപ്പിച്ചിട്ടാ ഇങ്ങോട്ട് വന്ന് നീ അങ്ങോട്ട് പൊക്കോളാൻ പറയുമ്പോൾ ഇവൻ തിരിച്ചു പറയാൻ, ഇവൻ സാധാരണഗതിയിൽ ഇവൻ പോകേണ്ടവൻ, ഇവൻ ചെയ്തത് അവിടെ ഒരു ജയം നേടിയെടുത്തു. എന്ന് വെച്ചാൽ ചുറ്റുപാടുകൾ നിന്നെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ
സാഹചര്യങ്ങൾ നിന്നെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ, നെഗറ്റീവ് പറയുമ്പോൾ നീ അതിൽ ജയം എടുത്തുകൊള്ളണം. മനസ്സിലായല്ലോ? അതായത് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയത്തില്ലെന്ന് അവർ ഇവരോട് പറഞ്ഞു. നിന്നെ കൊണ്ട് ഇതിനുള്ള കഴിവ് ഇല്ല, അല്ലെങ്കിൽ ഇത് മാറാനുള്ള സാഹചര്യം ഒന്നും ഇല്ല. പക്ഷെ നമുക്കൊരുറപ്പുണ്ട്, എന്റെ കൂടെ ദൈവമുള്ളത് കൊണ്ട് എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിൽ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ചേട്ടന്മാര് പറഞ്ഞു നിൽക്കട്ടെ, ശൗലനാ പറഞ്ഞത്, കിടക്കുന്ന നീ കൊച്ചു പയ്യനാ, നിന്നെ കൊണ്ടത് സാധ്യമല്ല, നിന്നെ കൊണ്ടത് സാധ്യമല്ല. അപ്പൊ ലീഡർ പോലും അവന്റെ ശത്രുവിനെ അടിക്കാനായിരിക്കുന്നത്, ആ ലീഡർ പോലും ഇവനെ നിരുത്സാഹപ്പെടുത്തിയപ്പോ, ഞാൻ പറയട്ടെ, മുന്നിൽ നിൽക്കുന്നവർ പോലും നിരാശപ്പെടുത്തിയാലും നിശ്ചയമായിട്ടും നീ നിരാശപ്പെട്ടു പോകരുത്. നിന്നിൽ തന്നിരിക്കുന്ന അഭിഷേകം ഗോലിയാത്തിനെ തകർക്കുന്ന അഭിഷേകം. ഞാൻ ഈ സ്ലോയി പറയുമ്പോൾ ചിലർ ഓടിപ്പോന്നു എങ്കിലും ഇത് കഴിയുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് പറയും, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഇപ്പൊ അവൻ സ്തോത്രം, ഞാൻ എന്താ പറഞ്ഞത്, നെഗറ്റീവ് ടോക്കിംഗ്, സാഹചര്യത്തെ കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ ആ നെഗറ്റീവിനെ നമ്മൾ ജയിക്കണം. ഞാനിത് സ്പീഡിൽ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും. സഹോദരന്മാർ നെഗറ്റീവ് പറഞ്ഞു, ലീഡറായി നിൽക്കുന്ന രാജാവ്, പോട്ടെ പാസ്റ്റർ അല്ലെങ്കിൽ മൂപ്പര് അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ നെഗറ്റീവ് പറഞ്ഞാലും നീ നെഗറ്റീവിൽ വീണു പോകരുത്. കാരണം നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം നിന്നെ ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും നിന്നെ അടുത്ത ലെവലിൽ അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ നീ ഗോലിയാത്തിനെ ജയിക്കണം. പക്ഷെ പിശാച് വാനനെ ഉപയോഗിക്കും. ചില കൂടെ നടക്കുന്ന കൂട്ടുകാരനെ ഉപയോഗിക്കും, പ്രിയെ പ്രിയെ എന്ന് വിളിക്കുന്ന ഭർത്താവിനെ ഉപയോഗിക്കും. എന്തും ആരെയും പിശാച് ഉപയോഗിക്കുന്നുണ്ട്. പിശാച് ഏത് രീതിയിലും സാഹചര്യത്തിൽ നെഗറ്റീവ് കൊണ്ട് നിന്നെ നിരുത്സാഹപ്പെടുത്താൻ നോക്കും. പക്ഷെ നീ നെഗറ്റീവിൽ വീണു പോകരുത്. പറയാൻ പറ്റുമോ? അപ്പൊ ഒന്ന്, ദാവീദ് വിശ്വാസം പ്രഖ്യാപിച്ചു. രണ്ട്, ദാവീദ് നെഗറ്റീവ് സിറ്റുവേഷനിൽ ജയം നേടി. മൂന്ന്, ഇവിടുന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ ദാവീദ് ശൗല് പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, രാജാവേ, രാജാവ് പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം. ഞാൻ പണ്ട് കാട്ടിലിരുന്നപ്പോ എന്റെ ആടിനെ പിടിക്കാവുന്ന സിംഹത്തെ ഞാൻ കൊന്നതാണ്, എന്റെ ആടിനെ പിടിക്കാവുന്ന കരടിയെ ഞാൻ വലിച്ചു കീറുന്നതാണ്. ആ ദൈവം ഇവരെ എന്റെ കയ്യിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ നടത്തിയ ദൈവം, ഞാൻ ആദ്യം പറഞ്ഞു, നിന്നെ ചെറിയ അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകുന്നത് വലിയ പ്രശ്നത്തിൽ നീ സ്മൂത്തായിട്ട് പുറത്തു വരുവാൻ വേണ്ടിയാണ്. ചെറിയ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ, ചെറിയ പ്രതിസന്ധികൾ നീ വരുമ്പോൾ, ചെറിയ രോഗങ്ങൾ വന്നു നീ സൗഖ്യമായി, ചെറിയ പ്രശ്നത്തിൽ നീ പുറത്തു വന്നു, ചെറിയ പ്രയാസത്തിൽ നിന്ന് പുറത്തു വന്നു, ചിലർ നിന്നെ വിട്ടുപോയപ്പോൾ നീ അതിൽ നിന്ന് പുറത്തു വന്നു, കൂട്ടമായി ചിലർ വിട്ടുപോകുമ്പോൾ നീ പുറത്തു വരുവാൻ ചിലർ മാത്രമായിട്ട് ആദ്യം വിട്ടുപോകുന്നത്, ചിലർ നിന്നോട് എതിർത്ത് നിൽക്കും, അതിനെ കൂട്ടമായിട്ട് ചിലർ എതിർത്ത് നിൽക്കും. എന്തുകൊണ്ടെന്നാ നിന്റെ ഈ ചെറിയ സാഹചര്യത്തിൽ നീ ജയം നേടിയെടുക്കുമ്പോൾ മാത്രമേ നിന്നെ അടുത്ത വലിയ സാഹചര്യത്തിലേക്ക് ദൈവത്തിന് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പക്ഷേ നീ ചെറിയ സാഹചര്യത്തിൽ നേടിയ ജയം നീ മറന്നു പോകരുത്. നീ പറയണം, എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ നടത്തിയ ദൈവം ഈ വലിയ പ്രശ്നത്തിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരുവാൻ മതിയായവനെന്ന് ദാവീദ് ഉറച്ചു വിശ്വസിച്ചപ്പോൾ ദൈവത്തിന്റെ അത്ഭുതം ദാവീദ് കാണുവാനിടയായി. ഓ രാജാവേ, രാജാവിന് പറയാൻ ഞാൻ കൊച്ചു കുഞ്ഞാണ്, എന്നാൽ ഇതിനും 2 വർഷം മുമ്പായിരിക്കാം, അല്ലെങ്കിൽ 1 വർഷം മുമ്പായിരിക്കാം, ഞാൻ കാട്ടിൽ നിൽക്കുമ്പോൾ എന്റെ ആടിനെ പിടിക്കുവാൻ ഒരു സിംഹം വന്നു, ആ സിംഹത്തെ ഞാൻ കൊന്നു. ഒരു കരടി വന്നു, ആ കരടിയെ ഞാൻ കൊന്നു. അർത്ഥം ഇത്രയേ ഉള്ളൂ, അന്ന് സിംഹത്തെ കൊല്ലാൻ എന്നെ സഹായിച്ചവർ, അന്ന് കരടിയെ കൊല്ലുവാൻ സഹായിച്ചവർ, ഈ സാഹചര്യത്തിൽ ഞാൻ അടുത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ആ സാഹചര്യത്തിൽ എന്നെ പുറത്തു കൊണ്ടുവരാൻ വിശ്വസ്തരെന്ന് ദാവീദ് വിളിച്ചു പറഞ്ഞു. നിന്റെ പ്രശ്നം വരുമ്പോൾ നീ പഴയ കാലം നോക്കണം. പണ്ട് കാലങ്ങളിൽ നിന്റെ പ്രശ്നത്തിന് നടുവിൽ, നിന്റെ പ്രയാസത്തിന് നടുവിൽ എല്ലാവരും നിന്നെ വിട്ടപ്പോൾ, എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചപ്പോൾ, ആളുകൾക്ക് സഹായമില്ലാതിരുന്നപ്പോൾ നിന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവം ഇന്ന് നീ നേരിടുന്ന ഈ വലിയ പ്രശ്നത്തിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ സ്തോത്രം ചെയ്യാം. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? പറയാം ഉണ്ടോ? പറയാം, അനുഭവം പറയാനുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അനുഭവം പറയാനുണ്ടോ? വലിയൊരു പ്രശ്നം വരുമ്പോ കഴിഞ്ഞ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിൽ തന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവമാണെന്ന് പറയാൻ ഈ രാത്രി ഈ ഉണ്ടോ? എനിക്ക് പ്രശ്നങ്ങൾ പറയാനുണ്ട് കർത്താവേ, എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധം, ഓ ഞാൻ എന്ത് യോഗ്യത കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്, എന്ത് കഴിവ് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, എന്ത് നന്മകൾ ഞാൻ ചെയ്ത നന്മയോ എന്റെ പൂർവികന്മാർ ചെയ്ത നന്മ കൊണ്ടല്ല, പിന്നെ
ചാടി കിടക്കാൻ ദൈവം സഹായിച്ചെങ്കിൽ മതിൽ ചാടി കിടക്കാൻ കർത്താവ് കയ്യാലെ ചാടി കിടക്കുവാൻ ദൈവം സഹായിച്ചെങ്കിൽ മതിൽ ചാടി കിടക്കുവാനും ദൈവം സഹായിക്കും. മനസ്സിലായവർക്ക് എന്തോ വേണ്ടിയോട് കഴിഞ്ഞ കാലങ്ങളിൽ ചെറിയ കയ്യാലെ ചാടി കിടക്കുമ്പോൾ ചെറിയ വലിയ മതിൽ ചാടി കിടക്കണം ട്രെയിനിങ് ആണല്ലോ. മനസ്സിലായില്ല, കഴിഞ്ഞ കാലങ്ങളിൽ ചെറിയ കയ്യാലെ ചാടി കിടക്കുമ്പോൾ വലിയ മതിൽ ചാടി കിടക്കാൻ ദൈവം നിനക്ക് അനുവദിച്ച ചില ട്രെയിനിങ് സമയങ്ങളാണ്. ദൈവത്തിന് അവൻ വലിയ പ്ലെയിൻ പറപ്പിക്കാൻ തുടങ്ങുന്നു. ഇന്ന് രാത്രി ചെറിയ പ്ലെയിനുകൾ പറപ്പിക്കാൻ ദൈവം നിന്റെ ജീവിതത്തിൽ അവസരം തരുന്നത് വലിയ പ്ലെയിനുകൾ പറത്തി കൊണ്ടുപോകാനുള്ള ഒരു മുഖാന്തരങ്ങളാണ്. മനസ്സിലായോ? നീ കഴിഞ്ഞ കാലങ്ങളിൽ ചെറുതാ പറപ്പിച്ചെങ്കിൽ ഓർത്തോ നിനക്ക് വലുത് പറപ്പിക്കാനുള്ള സമയം വരിക. പറപ്പിക്കുന്നതിന് വലുപ്പം അനുസരിച്ച നിന്റെ പ്രായം മാറ്റി വരാൻ പോയപ്പോ നിന്റെ ദൈവം പുറത്തു കൊണ്ടുവന്നത് വലിയ പ്രശ്നത്തിൽ പുറത്തു കൊണ്ടുവന്നു. ഒന്ന്, ദാവീദ് തന്റെ വിശ്വാസം പ്രഖ്യാപിച്ചു. രണ്ട്, നെഗറ്റീവിൽ നിന്ന് ദാവീദ് ഒഴിഞ്ഞു മാറി. മൂന്ന്, ദാവീദ് പണ്ട് കാലത്തെ ഓർത്ത് എന്നിട്ട് അതിൽ വിശ്വസ്തനായ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. ഒരു വാക്കൂടെ പറയട്ടെ. അതിനോട് ഇങ്ങനെ നിൽക്കുമ്പോ ശൗല് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ പടച്ചപ്പിട്ടോ, എന്റെ കയ്യിലിരിക്കുന്ന വാളമൊക്കെ നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. നീ വെല്ലോന്റെയിൽ ഇരിക്കുന്നത് ഒന്നും നീ ഉപയോഗിക്കണ്ട. നിന്നെ വിടുവിപ്പാൻ നിന്റെ കയ്യിൽ തന്നെ ദൈവം സാധിക്കും. ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. സാധിച്ചേക്കാം, നിന്നെ ഉള്ളിൽ തന്നിട്ടുണ്ട്. നീ പണ്ട് ഉപയോഗിച്ച് ഇന്ന് ഉപയോഗിച്ചാൽ മതി. പണ്ടും ഇവൻ ആദരെ മേയിക്കാൻ പോകുമ്പോൾ കവണയെ കല്ലുമായിട്ട് അപ്പൊക്കൊണ്ടിരുന്നത്. ഇന്നും നീ അതെടുത്താൽ മതി, അല്ലെങ്കിൽ കെടുത്ത് അപ്പുറത്ത് പോകുന്നേ. അവൻ ശൗല് ഉടനെ പറഞ്ഞേ, എന്റെ വാളും പരിചയം ഉണ്ടാകുന്നുണ്ടല്ലോ നീ രക്ഷപ്പെട്ട. സംശയമില്ലാത്ത കാര്യമാണ്. ഇത് കഴിയുമ്പോൾ ശൗല് എന്തുമാത്രം ഭാരപ്പെട്ട് ഇവരെ ഒന്ന് പുറത്താക്കാനായിട്ട്. അങ്ങനെ ശൗല് ഉറപ്പായിട്ടും പറഞ്ഞേ, അപ്പൊ കയ്യിൽ ദൈവം നിന്നെ ഏൽപ്പിച്ചത് നീ ഉപയോഗിച്ചാൽ മതി. നിന്നെ ഏൽപ്പിച്ച ആയുധമാണ് വചനം, നിന്നെ ഏൽപ്പിച്ച ആയുധമാണ് രക്തം. അത് നീ ഉപയോഗിച്ച് നീ മുന്നേറിയ നിന്റെ മുമ്പിൽ നിൽക്കുന്ന സകല ഗോലിയാത്തുമാരും അത് തകർന്നു പോകുന്ന കാലം ആഗതമായിരിക്കും. അപ്പൊ ശൗല് ചോദിച്ചു, അല്ല ഗോലിയാത്ത് ചോദിച്ചു, നീ വരുന്നത് എന്തോ ഒന്നും നിന്റെ കാണുന്നില്ലല്ലോ, നീ എന്നെ എങ്ങനെയാ നേരിടാൻ പറ്റുന്നത്? ഉടനെ ദാവീദ് പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഞാൻ നിന്നെ നേരിടുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് ഞാൻ നിന്നെ നേരിടാൻ പോകുന്നത്. വിളിച്ചു പറയുമ്പോൾ ആരെങ്കിലും ഉണ്ടോ? യെസ്, ഞാൻ എന്റെ പ്രതികൂലത്തെ നേരിടുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. ഞാൻ എന്റെ ലോകത്തെ നേരിടുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. ഞാൻ എന്റെ പ്രതിസന്ധിയെ നേരിടുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. ഞാൻ യുദ്ധം ചെയ്യുകയല്ല, ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. സൈന്യക്കാർക്ക് ഞാൻ ചെയ്യുന്നത് ശക്തിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ദൈവത്തിന്റെ ആത്മാവിനാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്, ഞാൻ ജോലി ചെയ്യുന്നത്, ഈ കുടുംബം നടത്തുന്നത്, ഈ ലോകത്തിൽ ജീവിക്കുന്നത്. യേശുവിന്റെ നാമത്തിലാണ് ഞാൻ പുറത്തോട്ട് വരാൻ പോകുന്നത്. യേശുവിന്റെ നാമത്തിലാണ് ഞാൻ ഈ മതിൽ ചാടി കിടക്കാൻ പോകുന്നത്. യേശുവിന്റെ നാമത്തിലാണ് ഞാൻ ഈ മതിൽ ചാടി കിടക്കുന്നത്. യേശുവിന്റെ നാമത്തിലാണ് ഞാൻ ഈ പ്രതിസന്ധിയെ നേരിടുന്നത്. ഒരു ശക്തിയോട് അയച്ച് നിന്റെ കല്ലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്നാ ഉള്ളേ? നിനക്ക് കല്ലുണ്ടായിരുന്നു, ഞങ്ങൾക്ക് എന്നാ ഉള്ളേ? നിന്റെ കല്ലേ ഉള്ളായിരുന്നു, ഞങ്ങൾക്കൊരു പാറയുണ്ടായിരുന്നു. നിനക്ക് കല്ലേ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു പാറയുണ്ടായിരുന്നു. മനസ്സിലായില്ല? പാറയെന്ന് പറഞ്ഞത് നിനക്ക് കല്ലേ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പുതിയ ദൈവത്തിൽ ഞങ്ങൾക്ക് പുതിയ ദൈവ വിശ്വാസികളെ ഞങ്ങൾ കണ്ടുകൊണ്ട് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ആ പാറകളിൽ നിന്നാൽ മതി.
പ്രഭക്കാരെ ഇന്ന് പകൽക്കാലം ആ പാറമേൽ രാത്രി ആ പാറമേൽ നിൽക്കുന്ന എത്ര പേരുണ്ട് ഈ പോലെ ഈ പാറമേൽ നിൽക്കുന്ന എത്ര പേരുണ്ട് ഈ പോലെ ഈ ആ പാറയിൽ നിൽക്കുന്നവർ കാലം ഗോലിയാത്തേക്കണം നീ പേടിക്കേണ്ട രോഗം കണ്ട് നീ പേടിക്കേണ്ട ഞാൻ വീണ്ടും വളരെ ഗോലിയാത്ത് എന്ന് പറയുന്ന അന്നത്തെ ഗോലിയാത്ത് വിവിധ രൂപത്തിലാണ് നിന്റെ ആത്മീയ ജീവിതത്തിൽ ഗോലിയാത്ത് വരാം നിന്റെ ഭൗതിക ജീവിതത്തിൽ ഗോലിയാത്ത് വരാം ചിലപ്പോൾ നിന്റെ ഓഫീസിനകത്ത് ഗോലിയാത്ത് എഴുന്നേൽക്കും നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് ഗോലിയാത്ത് എഴുന്നേൽക്കും നിന്റെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഗോലിയാത്ത് എഴുന്നേൽക്കും നിന്റെ ശരീരത്തിൽ ചിലപ്പോൾ ഗോലിയാത്ത് എഴുന്നേൽക്കും നിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആ ഗോലിയാത്ത് എന്ന് പറയുന്നത് എന്നാൽ അഭിഷേകം വീണവന് പ്രശ്നമില്ല അവനെ ദൈവം ചില സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോകുക ഗോലിയാത്തിന്റെ പെടലിൽ കണ്ടിച്ച് കളഞ്ഞപ്പോഴാണ് ദൈവം ഒരു ഗോലിയാത്തിനെ ഒരുക്കിയതാ ഈ ഗോലിയാത്തിനെ ആരറിഞ്ഞത് എത്ര വലിയ പ്രശ്നമാണോ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ആ പ്രശ്നത്തിന്റെ വീഴ്ച വലുതായി ദൈവം പറയുന്നു ഗോലിയാത്തിന്റെ വാളെടുത്ത് തന്നെ ദാവീദ് കണ്ടിച്ചു. ഇന്ന് രാത്രി മനസ്സിലാക്കുക ദാവീദ് പ്രശ്നത്തിലൂടെ പോയി ഗോലിയാത്തിനെ കണ്ടു ഗോലിയാത്തിനെ ജയിച്ചു കഴിക്കും എന്നെ നിന്നെ വിടുവിക്കുവാൻ ഇറങ്ങി വന്ന യേശു ക്രിസ്തു ഈ പ്രശ്നത്തിലൂടെ പോയവരാ അവരുടെ ജീവിതത്തിലും ഗോലിയാത്ത് എഴുന്നേറ്റായിരുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലും ഗോലിയാത്ത് എഴുന്നേറ്റു. യേശു നമ്മളെ വിടുവിക്കുവാൻ ഇറങ്ങി വന്നു. കന്യകയുടെ വയറ്റിൽ ഗുരുവായി കന്യകയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന് 30 വർഷം അവനെ കാള കറക്കിക്കൊടുക്കുന്നു. 33-ാമത്തെ വയസ്സിലാണ് ഹല്ലേലൂയ സ്തോത്രം 30-ാമത്തെ വയസ്സിൽ രംഗത്തിറങ്ങി 33-ാമത്തെ വയസ്സിൽ അവൻ ഗെത്സമനയിൽ നിന്ന് പിതാവിനോട് എനിക്ക് താല്പര്യമാപ്പ ഈ വേല ചെയ്യുവാൻ അല്ലെങ്കിൽ ഇത് ചെയ്യുവാൻ പക്ഷെ കഴിയുമെങ്കിൽ ഈ മരണമെന്ന ഗോലിയാത്തിനെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് നീക്കി തരണമെന്ന് യേശു പ്രാർത്ഥിച്ചു. അപ്പൊ അപ്പനോട് എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട് അല്ലപ്പാ നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടന്നാൽ മതി. നിന്റെ ഇഷ്ടം ഗോലിയാത്തിനെ ഞാൻ ജയിച്ച് പുറത്തു വരണമെങ്കിൽ ഞാൻ പുറത്തു വരാം. അവൻ ക്രൂശിച്ചു. അവന്റെ 2 കൈകളും ആണികളാൽ അടിക്കപ്പെട്ടു. അവന്റെ കാലുകൾ ആണികളാൽ അടിക്കപ്പെട്ടു. അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി രക്തവും വെള്ളവും ഒഴുകി വന്നു. പക്ഷെ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു അവൻ മരിച്ചു. അവൻ ഏൽപ്പിച്ചു കൊടുത്തു. അന്നത്തെ ഗോലിയാത്തുമാരൊക്കെ ചിന്തിച്ചു ഞങ്ങൾ ജയിച്ചല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോ അവൻ ഇവന്റെ മരണം കാണാൻ പറ്റാതെ സൂര്യൻ പ്രകാശം മാറ്റിവെച്ചപ്പോ ഭൂമി കുലുങ്ങി ചഞ്ചലപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോ യഹോവയായ യേശു പാതാളത്തിലേക്ക് ഇറങ്ങി ചെന്നു. അവിടെ നിന്ന് ഒരു ശബ്ദം കേട്ടു ഹല്ലേലൂയ എന്താണ് ശബ്ദം? അവൻ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. പക്ഷെ ഗോലിയാത്തിനെ ജയിക്കേണ്ടതായ സാഹചര്യം യേശുവിന്റെ ജീവിതത്തിലുണ്ടായി. നമ്മുടെ ജീവിതത്തിലും ഗോലിയാത്ത് എഴുന്നേൽക്കുന്നത് നല്ലതാ. ഈ താക്കോലിൽ നിന്ന് ആവേല വന്നിരിക്കുന്നത് നമ്മുടെ എന്റെ കയ്യിൽ പറയുന്നത് ഈ താക്കോൽ ആരുടെ കയ്യിരിക്കുന്നത്? ഈ ഗോലിയാത്തിനെ ജയിക്കാൻ നീ മാറാൻ നിന്ന് ഈ താക്കോൽ ഓപ്പറേറ്റ് ചെയ്താൽ മതി. നിന്റെ മുമ്പിൽ ഗോലിയാത്തന്മാരെ ജയിക്കും. നിന്റെ മുമ്പിൽ ഗോലിയാത്തന്മാർ ഗോലിയാത്തന്മാർ നിന്റെ ജീവിതത്തിൽ എഴുന്നേൽക്കും. പക്ഷെ ഗോലിയാത്തിനെ തോൽപ്പിക്കുവാനാണ് ദൈവം നിന്നെ വിളിച്ചത്. യേശു ജയിച്ചു. നമ്മൾ ജയം ആഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നീ പാറപ്പുറത്ത് ഉറച്ചു നിന്നാൽ മതി. ക്രിസ്തുവാകുന്ന പാറയുടെ പുറത്ത് നീ വിശ്വസ്തയോടെ നിന്നാൽ നിനക്ക് എപ്പോഴും പറയാൻ കഴിയും ഹല്ലേലൂയ ഞാൻ മതിൽ ചാടിക്കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു. അധികാരം എന്റെ കയ്യിലാണ്. യേശു പാതാള ഗോപുരങ്ങളെ തകർത്തു. ഹേ മരണമേ ഇതിന്റെ ജയമെവിടെ? ഹേ വിഷമുള്ള ഇതിന്റെ ജയമെവിടെ എന്ന് ചോദിച്ച് താക്കോൽ തിരിച്ചു മേടിച്ച് ഇന്ന് ദൈവസഭയ്ക്ക് അവൻ കടന്നു ചെന്ന് മേടിച്ചു തന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ ഗോലിയാത്തന്മാർ വന്നോട്ടെ അത് നല്ലതിനാണ്. അനുഭവിക്കുന്ന ഗോലിയാത്ത് ആരാണെന്ന് എനിക്കറിയത്തില്ല. സ്വന്തം ഭാര്യയുടെ ഭർത്താവാണോ നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യും. അവൻ ജീവിതത്തിലെ ഏത് സാഹചര്യമാണ് ഗോലിയാത്തായിട്ട് നിൽക്കുന്നത്? ജോലിയിലാണ് ഗോലിയാത്ത്, കുടുംബജീവിതത്തിലാണ് ഗോലിയാത്ത്, കുഞ്ഞുങ്ങളിലാണ് ഗോലിയാത്ത്. എവിടെ ഗോലിയാത്തുണ്ടെങ്കിലും ഒരു സത്വർത്തമാനം നിങ്ങളോട് പറയാൻ വേണ്ടി രാത്രിയിൽ
നീ മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, പിശാചിനെ തകർത്തവൻ, അവന്റെ താക്കോൽ തിരിച്ചു മേടിച്ചവൻ. ഇന്ന് നമ്മുടെ ഉള്ളതുകൊണ്ട് നീ ആ പാറമേൽ നിൽക്കുന്നതുകൊണ്ട്, നീ ആ പാറമേൽ നിൽക്കുന്നതുകൊണ്ട്, നീ ആ പാറമേൽ നിൽക്കുന്നതുകൊണ്ട് നീ പരാജയപ്പെട്ടു പോകും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ എന്റെ ദൈവത്താൽ ഞാൻ അതിൽ ചാടി കടക്കും. ദാവീദ് പറഞ്ഞതിന് പിന്നിലുള്ള രഹസ്യം മനസ്സിലാക്കി. നിന്നാൽ ഞാൻ എന്റെ ദൈവത്താൽ. പുതിയ നിയമസഭയ്ക്ക് യുദ്ധമുണ്ടോ? ഇല്ല. യുദ്ധം യഹോവയ്ക്കുള്ളത്. നീ പാറകൾക്ക് നിന്ന് കൊടുത്താൽ മതി. നീ സുരക്ഷിതനാ. യഹോവ എന്റെ സങ്കേതവും, യഹോവ എന്റെ കോട്ടയും, ഓ യഹോവ എന്റെ ശൈലവും. ഞാൻ ആരെ പേടിക്കും? വൈദികരും ദുഷ്കർമ്മികളുമായവർ എന്റെ മാംസത്തിൽ ഞാൻ അടുത്ത് വരുമ്പോൾ അവർ ഇടറി വീഴും. കാരണം നിനക്ക് രക്തത്തിന്റെ മാറുള്ളപ്പോൾ നിന്നെ എത്തുവാൻ ഈ ലോകത്തിന് ഒരു ശക്തി എല്ലാ കടലുകളുടെ സാധനങ്ങൾ എഴുതുന്നതാണ്.